ഒമാനിലെ സോഹാറിൽ നിന്ന് ഒരു സൈക്കിൾ യാത്ര നടത്തുകയാണ് കണ്ണൂർ സ്വദേശിയായ റംഷീനയും മക്കളും. 1300 കിലോമീറ്റർ താണ്ടി സലാലയിൽ എത്തുകയാണ് ലക്ഷ്യം. ഈ മാസം 1-ന് തുടങ്ങിയ യാത്ര 200 കിലോമീറ്റർ പിന്നിട്ട് മസ്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശിയാണ് റംഷീന. 12 വയസ്സുള്ള മകൻ മുഹമ്മദ് ഹന്നാൻ, 11 വയസ്സുള്ള മകൾ ആമിന എന്നിവർക്കൊപ്പമാണ് റംഷീനയുടെ സാഹസിക സൈക്കിൾ യാത്ര. സോഹാറിലെ അബാർ പാർക്കിൽ നിന്നും 1300 കിലോമീറ്റർ അകലെയുള്ള സലാലയിലേക്കാണ് ഈ അമ്മയുടെയും മക്കളുടെയും യാത്ര. സൈക്കിൾ സവാരി പോലും പരിചിതമല്ലാത്ത വീട്ടമ്മയുടെ യാത്ര എല്ലാവർക്കും അത്ഭുതമാണ്. കൂടുതൽ ഞാനും മക്കളും തന്നെയാണ് സൈക്കിളും കൊണ്ട് സോഹാറ് ആ ഒരു പ്രദേശത്ത് ഞങ്ങൾ കറങ്ങല്. രാത്രി അങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പറ്റാവുന്ന ദൂരം നമുക്ക് സൈക്കിളും കൊണ്ട് പോയി യാത്ര ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. സോഹാറിൽ ഹോട്ടൽ തൊഴിലാളിയായ ഹനീഫയുടെ ഭാര്യയാണ് റംഷീന. ജോലിയിൽ നിന്നും അവധി ലഭിക്കാത്തതിനാൽ ഹനീഫയ്ക്ക് ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഭർത്താവിന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇതുകൊണ്ട് കൂടിയാണ് പണച്ചെലവില്ലാത്ത സൈക്കിൾ യാത്ര തിരഞ്ഞെടുത്തത്. ഇതേപോലെ കുറെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെയാന്ന് വിചാരിച്ചത്. ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളിപ്പോ 180 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ വീട്ടിൽ വരെ എത്തി നിൽക്കുമ്പോ നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തൂന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. സലാലയിലേക്കുള്ള വിജനമായ പാതകളിൽ തനിച്ചുള്ള യാത്ര വെല്ലുവിളിയാണെങ്കിലും ഒമാൻ സുരക്ഷിതമാണെന്ന ബോധ്യം ഇവർക്കുണ്ട്. പല ദേശങ്ങളിലായുള്ള സാമൂഹിക പ്രവർത്തകരുടെ പിന്തുണയുമാണ് മറ്റൊരു ധൈര്യം. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.